ചിറയൻകീഴ് താലൂക്കിൽ അഞ്ചുതങ്ങ് ഗ്രാമപഞ്ചായത്തിൽ സുനാമി പുനരധിവാസ പദ്ധതി പ്രകാരം നിർമ്മിച്ചു നൽകിയ 97ഓളം വീടുകൾ കഴിയുന്ന കുടുംബങ്ങൾ അനുഭവിച്ചു വരുന്ന കുടിവെള്ളം ഉൾപ്പെടെയുള്ള ദുരിതങ്ങളാണ് എൻ്റെ നാട് എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി ഞാനിന്ന് അവതരിപ്പിക്കുന്നത്. ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 97ഓളം വീടുകളാണ് ഇവിടെ നിർമ്മിച്ചത്. അതിൽ 96 വീടുകൾ ഇതിനകം തന്നെ താമസക്കാർക്ക് കൈമാറി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ 2 മുറികളും ഒരു ഹാളും ഒരു അടുക്കള ഒരു കക്കൂസടക്കം ആണ് ഈ വീടുകളുടെ നിർമ്മാണം. കടലിനും കായലിനും മധ്യേ കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ഈ പ്രദേശം പൂർണ്ണമായും വെള്ളക്കെട്ട് നിറഞ്ഞതും ചതുപ്പ് നിലവുമാണ്. എന്നാൽ ഈ പ്രദേശത്തെ മണ്ണിട്ട് നികത്താതെയാണ് ഇവിടെയുള്ള ഓരോ വീടുകളുടെയും കൺസ്ട്രക്ഷൻ വർക്കുകൾ ചെയ്തിരിക്കുന്നത് എന്നതും ഈ പ്രശ്നത്തിന്റെ ഗുരുതരാവസ്ഥ വർദ്ധിപ്പിക്കുകയാണ്. മാത്രവുമല്ല, മഴക്കാലം വന്നെത്തുന്നതോടെ ഈ പ്രദേശമാകെ വെള്ളത്താൽ നിറയുകയും സെപ്റ്റിക് ടാങ്കിൽ നിന്നുള്ള മലിനജലം വീടുകൾ ചുറ്റും പരക്കുകയും കുട്ടികളടക്കമുള്ളവർക്ക് പുറത്തിറങ്ങുവാൻ കഴിയാതെയാകുകയും മറ്റ് മാരകമായ സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. സർക്കാർ കോടികൾ മുടക്കി വീടുകൾ നിർമ്മിച്ച് നൽകിയിട്ട് അവർക്കാവശ്യമായിട്ടുള്ള പ്ലംബിംഗ് ജോലികളും ചെയ്തിട്ടുണ്ട് എങ്കിലും അതിൽ ആവശ്യമായ ശുദ്ധജലം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരെ ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, അവരുടെ പ്രാഥമിക ആവശ്യങ്ങളടക്കമുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ഇപ്പോഴും ആ ഒരു പൊതു ടാപ്പാണ് ഇപ്പോഴും ആശ്രയമായി മാറിയിരിക്കുന്നത്. ഈ പദ്ധതിയുടെ ഉദ്ഘാടന വേളയിൽ തന്നെ അധികാരികളോട് ഇവിടുത്തെ കുടിവെള്ള പ്രശ്നത്തെക്കുറിച്ച് പറയുകയുണ്ടായി. എന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞുവെങ്കിലും ഏകദേശം 11 മാസങ്ങൾ ഉദ്ഘാടനം കഴിഞ്ഞ് പിന്നിടുമ്പോഴും ഇവിടെ ഇപ്പോഴും പൊതുജനങ്ങൾ കുടിവെള്ളത്തിനായി കലഹിക്കുന്ന സ്ഥിതിയിലാണ്. ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അധികാരികളോട് ബന്ധപ്പെട്ടപ്പോൾ അവരുടെ മറുപടി എന്തായിരുന്നു? ഞങ്ങൾ 9 മാസം കൊണ്ട് ഇപ്പോൾ 11ാമത്തെ മാസമായി വരെയാണ് വീടിൻ്റെ കംപ്ലീറ്റ് പണി ഞങ്ങൾക്ക് പ്ലംബിങ് വെള്ളം സഹിതം തരുമെന്നുള്ളതാണ് പറഞ്ഞത്. അതിൻ്റെ കാശുകൾ കറണ്ടിൻ്റെ വെള്ളത്തിൻ്റെ എല്ലാം കംപ്ലീറ്റ് അടച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെയായിട്ട് നമുക്ക് വീട്ടുകളിലേക്ക് വെള്ളം തരാറില്ല. പക്ഷേ ടാങ്കുകൾ മാത്രം ഫിറ്റ് ചെയ്ത് പൈപ്പ് ലൈൻ ചെയ്തിട്ടുണ്ട്. ആകെ ഒരു പൈപ്പ് കൊണ്ട് ഇവിടെ കിടക്കുന്നത്. ഈ 97 വീട്ടുകാരും മറ്റുള്ള ഇവിടങ്ങളിലുള്ള ആദ്യം കടന്നുള്ളവരുടെ വീടുകളിൽ അവർക്ക് പോലും വെള്ളം വേണമെങ്കിൽ ഇവിടെ വേണം എടുക്കണം. രാത്രിയും പകലും 1 മണിയും 2 മണിയും നിന്ന് തമ്മിൽ പെണ്ണുങ്ങൾ അടിക്കുന്ന ആണുങ്ങൾക്ക് പോയി എന്തെങ്കിലും ചെന്ന് സംസാരിക്കാൻ പറ്റുമോ? പിന്നെ അതൊരു വർഗീയ പ്രശ്നമാണ്. അപ്പോൾ ഉയരെ നിന്നിട്ട് ആരും ഒരു പ്രശ്നങ്ങളും പറയുന്നില്ല. അവർ തരാമെന്ന് പറയുന്നല്ലാതെ പിന്നെ ഇതുവരെ അങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കില്ല. നിലവിലെ കുടിവെള്ള സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കുറച്ചെങ്കിലും പരിഹാരം കാണണമെങ്കിൽ ഉടൻ തന്നെ കുറഞ്ഞത് 6 പൊതു ടാപ്പുകൾ കൂടിയെങ്കിലും സ്ഥാപിച്ചാൽ മാത്രമേ ഈ പ്രശ്നത്തിന് കുറച്ചെങ്കിലും പരിഹാരം കാണുവാൻ സാധ്യമാകൂ എന്നുള്ളതാണ്. ACV ന്യൂസിന്റെ എൻ്റെ നാട് എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി സാജൻ GS അഞ്ചുതെങ്ങ്.